ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് ഉപയോഗിച്ചിട്ട് ശരിയായ രീതിയിൽ എങ്ങനെയാണ് കഞ്ഞി തയ്യാറാക്കിയെടുക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് ചാമ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി ഒന്ന് കഴുകിയെടുക്കണം. 1 പ്രാവശ്യം കഴുകിയെടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നന്നായി തിരുമ്മിയെടുത്തതിന് ശേഷം വേണം നമ്മളത് വെള്ളം മാറ്റാനായിട്ട്. നമുക്ക് ഈ വെള്ളം മാറ്റാം. അതിന് ശേഷം നമുക്കിത് കുതിർത്താനായിട്ട് വെക്കാം. ഇപ്പം കഞ്ഞിക്ക് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വേണം. നമുക്ക് കഞ്ഞി എത്ര കട്ടി വേണോ അതിനനുസരിച്ച് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇനി 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്തെടുക്കണം. അതിനുശേഷം വേണം നമ്മളിത് കഞ്ഞി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുതിർത്തെടുത്തു. ഇനി ഇതിൻ്റെ വെള്ളം നമുക്ക് മാറ്റാം. ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കഞ്ഞി തയ്യാറാക്കാൻ പോകുന്നത്. ഇനി അടുപ്പ് കത്തിച്ച് അതിലേക്ക് കുതിർത്തെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഇത് തിളച്ച് വരട്ടെ. അപ്പം അതിനായിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് കൊടുക്കുകയാണ്. വെള്ളം ചെറുതായി തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ച കുതിർത്തെടുത്ത ചാമ കൂടി ചേർത്ത് കൊടുക്കാം. ചാമ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരണം. നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. അടപ്പ് വെച്ച് അടയ്ക്കുമ്പോൾ ഇതുപോലെ ചെറിയ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം അടയ്ക്കാനായിട്ട്. ഇതുപോലെ ഒരു 5-10 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കഞ്ഞി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഏത് മില്ലറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ കഞ്ഞി തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ 15 മിനിറ്റിൻ്റെ അടുത്ത് ആവാറായിട്ടുണ്ട്. ഒരുവിധം കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും കുറച്ചും കൂടി കട്ടിയായി വരും. ഞാനിപ്പോൾ ഓഫ് ചെയ്യാണ് ഗ്യാസ്. ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ ഇതുപോലെ കഞ്ഞി തയ്യാറാക്കി കുടിക്കാവുന്നതാണ്.